നമ്മളിന്ന് പോകുന്നത് വട്ടവട വന്നിട്ട് വട്ടവടയിൽ നിന്ന് എസ്കേപ്പ് റോഡ്, അതായത് പഴയ നമ്മുടെ കൊടൈക്കനാലിലേക്കുള്ള റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അത് ചെക്ക് പോസ്റ്റ് ഉണ്ട് മേളിൽ. പക്ഷെ കുറച്ച് സ്ഥലം, ഒരു 2-2.5 കിലോമീറ്ററിൽ നമുക്ക് പോകാൻ പറ്റും. ആ വഴി ഒന്ന് പോയി നോക്കുകയാണ്. ഒന്നറിയാൻ വേണ്ടി ഞാൻ വട്ടവട വന്നപ്പോൾ ഒന്ന് പോയി നോക്കുകയാണ്. നമ്മുടെ റോഡ് ഇതാണ്, ഈ കാണുന്നതാണ് റോഡ്. ചെറിയൊരു റോഡാണ്. ഈ കോൺക്രീറ്റ് റോഡുണ്ട് മേളിൽ വരെ, ഒരു വാട്ടർ ടാങ്കിൻ്റെ അവിടം വരെ. അതിനുശേഷം പിന്നെ വരുന്നത് ചെക്ക് പോസ്റ്റാണ് മേളിൽ. അങ്ങോട്ട് നമ്മുടെ കാറൊന്നും പോകത്തില്ല, അത് പോകുന്ന ജീപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങോട്ട് അലൗഡ് അല്ലാത്തതുകൊണ്ട് ആരും യാത്രയ്ക്ക് അനുകരിക്കില്ല. ഇത് വട്ടവടയിലെ ഫോറസ്റ്റ് വഴിയാണ് നമ്മൾ പോകുന്നത്. ഫോറസ്റ്റ് റൂട്ടാണ്. ആ കാണുന്ന ഭാഗമാണ് നമ്മുടെ വട്ടവട ഗ്രാമങ്ങൾ, വട്ടവടയിലുള്ള വീടുകളാണ്. പിന്നെ കൂടുതലും കൃഷിസ്ഥലങ്ങളാണ് നമുക്ക് ആ കാണാൻ പറ്റുന്നത്. ഇവിടെ ഒത്തിരി കൃഷി പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദൂരം ഇങ്ങ് വന്നു. ആ റോഡ് കുറച്ച് നേരം ഇങ്ങ് വന്നു കഴിയുമ്പോഴത്തേന് ചെറിയൊരു വെള്ളച്ചാട്ടം കാണാം. ഇപ്പോൾ മഴ സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഈ വെള്ളം ഇത്രയും കുറവ്. അല്ലാത്തപ്പം നല്ല വെള്ളം ഒഴുകുന്നൊരു സ്ഥലമാണ്. നല്ല സൂപ്പർ ക്ലൈമറ്റാണ് ഇവിടെ. വെള്ളം ഒഴുകുന്നിട്ട് ഒരു ഇവിടുത്തെ ആൾക്കാരൊക്കെ പണ്ട് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, തന്നെ നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്നില്ല. പക്ഷേ മഴക്കാലത്ത് വരുവാണെങ്കിൽ നല്ല അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും. ഇതാണ് ഈ പ്രദേശം. ഈ കയറ്റം കയറി അങ്ങ് നമ്മൾ ചെല്ലണം. റോഡ് ഏതാണ്ട് ഇത്രയൊക്കെ മോശമാണ്. അതുപോലെ തന്നെ ഇനിയും റോഡ് ഇതുപോലാണ് അവസ്ഥ. റോഡിൻ്റെ അവസ്ഥ ഇതാണ്. കാറൊക്കെ കയറി പോകാൻ പാടാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് പരിപാടി നിർത്തി. കാരണം മുന്നോട്ട് കാറ് പോയാൽ കഴിഞ്ഞാൽ അടിയൊക്കെ നല്ലപോലെ ഇടിക്കും. നമുക്ക് ഓഫ് റോഡ് ജീപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതും കുറച്ച് ദൂരമേ ഉള്ളൂ. പിന്നെ മേളിൽ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ കഴിഞ്ഞാൽ പിന്നെ അവിടെ തൊട്ട് അവരാരും നമ്മളെ കടത്തി വിടത്തില്ല. പിന്നെ പോകുന്ന ഈ തടി ലോറികൾ, ഫോറസ്റ്റ് വെട്ടുന്ന തടികൾ മാത്രം എടുക്കാൻ പോകുന്ന ലോറികൾ മാത്രമേ കടത്തി വിടത്തുള്ളൂ. അതും പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ മാത്രം. ഇത് ചെന്ന് ക്ലാവര എന്ന് പറയുന്ന സ്ഥലം, അതായത് നമ്മുടെ കൊടൈക്കനാലിൽ നിന്ന് മന്നവന്നൂർ എന്നിട്ട് ക്ലാവര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഈ റൂട്ട് ചെന്ന് ചാടുന്നത്. പഴയ എസ്കേപ്പ് റോഡ് എന്ന് പറയും. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച റോഡാണ്. ഇത്രയും എനിക്ക് ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇതാണ് ആ റോഡ്. ഇനിയും ഉണ്ട് മുന്നോട്ട് പോകാൻ. വണ്ടി കയറത്തില്ല, ഞാൻ കുറച്ചുകൂടെ നടന്നു വന്നതാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടോ കൊട്ടക്കമ്പൂർ എന്ന് പറഞ്ഞ ഗ്രാമമാണ് കാണുന്നത്. ഇവിടെയെല്ലാം കൃഷി സ്ഥലങ്ങളാണ്. ഇവിടുന്ന് പിന്നെയും പോകണം, നമ്മുടെ എസ്കേപ്പ് റോഡ് പോകണമെങ്കിൽ. നടന്ന് കയറി ഇത്രയും വരെ വന്നു. ഇനിയൊരു കുറച്ചുകൂടെ ഉണ്ട്, എങ്കിലേ ആ ടോപ്പിൽ എത്താൻ പറ്റത്തുള്ളൂ. ഇത്രയും കയറ്റമാണ്, കയറി വേണം ഇങ്ങനെ വരാൻ. കാറൊന്നും കയറുമല്ലോ, ഓഫ് റോഡ് ജീപ്പുകൾ മാത്രമേ പോകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എസ്കേപ്പ് റോഡ് തപ്പിപ്പോയത് ഇത് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇനി എപ്പോഴേലും പോകാനൊരു അവസരം കിട്ടുമ്പോൾ കൂടുതൽ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും.
ഞാൻ ഇവിടെ ആ എസ്കേപ്പ് റോഡ് നോക്കി പോയപ്പം ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ഇവിടെ ഉള്ളതാണ്, കൊട്ടക്കമ്പൂരുള്ള ചേട്ടനാണ്. പുള്ളി പറഞ്ഞ അനുസരിച്ചാണ് ഇപ്പോൾ ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഇത് ഒരു ഒറ്റവരി പാതയാണ്, നടന്നു പോകാൻ പറ്റുന്നതാണ്. കൊടൈക്കനാൽക്ക് നടന്നു പോകാം. അത് ക്ലാവരയ്ക്ക് ക്ലാവര നടന്നു പോകുന്ന റൂട്ടാണ്. ഇതിലൊരു 2.5 മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ 2-2.5 മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടൈക്കനാലിൽ ക്ലാവര എത്താമെന്നാണ് അവർ പറയുന്നത്. ഇതിൽ പോയ മൃഗങ്ങളൊക്കെ ഉണ്ട്, കാട്ടുപോത്ത് കാട്ടുപന്നിയൊക്കെ ഉണ്ട്. മുമ്പേ കണ്ട റോഡിൽ പോയാൽ അതൊരു 3-3.5 മണിക്കൂർ വേണം. ജീപ്പ് റോഡ് വഴി ഗ്രാമങ്ങളൊക്കെ വഴിയാണ് അത് പോകുന്നത്, ക്ലാവര ചെല്ലുന്നത്. ഇത് നടന്നു പോകുന്ന റൂട്ടാണ്. പിന്നെയുള്ള എസ്കേപ്പ് റൂട്ട് വരുന്നത് നമ്മുടെ വട്ടവട ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് പോകുന്നതാണ് യഥാർത്ഥ പഴയ കൊടൈക്കനാൽ റൂട്ട്. ആ റൂട്ട് ഫുള്ളെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, അതിലെ ആരെയും വിടത്തില്ല. ഈ വഴി ഈ നാട്ടുകാർക്കും കൊട്ടക്കമ്പൂരുള്ളവർക്കും വട്ടവടയുള്ളവർക്കും ഈ വഴിയും പോകാം, ആ റോഡ് വഴിയും പോകാൻ പറ്റും. ഇനി ഉള്ളിലേക്ക് ഞാൻ പോകുന്നില്ല, ഇതിവിടം വഴി വന്ന് നോക്കിയപ്പോൾ ഈ വീഡിയോ ഒന്ന് എടുത്തതാണ്. ഇതിലിപ്പം ഇവിടെയുള്ള നാട്ടുകാർക്ക് മാത്രമേ പോകത്തുള്ളൂ, വേറെ ആരും വന്ന് പോകാൻ ശ്രമിക്കരുത്. കാരണം ഇത് ഫുള്ള് ഫോറസ്റ്റിൽ കൂടെ ഉള്ള റൂട്ടാണ്, വന്യമൃഗങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഈ റൂട്ടിലേക്ക് പോകുന്ന കാര്യത്തിലേക്ക് ആരും നോക്കരുത്. മറ്റേ റോഡ് വഴി പോയാലും മേളിൽ ചെക്ക് പോസ്റ്റിൽ അവർ തടഞ്ഞു നിർത്തും, അങ്ങോട്ട് വിടത്തില്ല എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അത്രയും കിട്ടിയ ഡീറ്റെയിൽസാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പകർന്നിട്ടിരിക്കുന്നത്.